ഹായ്, എസ്.എൽ ടോക്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വിശ്വാസ വഞ്ചന സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ പാർട്ട്ണർക്ക് തീരെ വിശ്വാസമില്ലെങ്കിൽ ആ ഒരു വിശ്വാസം നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഈസി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. സോ ഇത് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതിലുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്ത തെറ്റുകളാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ ഏറ്റെടുക്കുക. യെസ്, ഇത് ഞാൻ ചെയ്തിട്ടുള്ളതാണ്, എൻ്റെ മിസ്റ്റേക്ക് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ തുറന്നു പറയാം. നിങ്ങൾ എത്രത്തോളം കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത്രത്തോളം നിങ്ങൾ പിടിക്കപ്പെടുകയും നിങ്ങളോടുള്ള ഇഷ്ടവും വിശ്വാസവും നഷ്ടമാവുകയും ചെയ്യും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. സോ നിങ്ങൾ ചെയ്ത കാര്യങ്ങളുടെ എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്വം നിങ്ങൾ തന്നെ ഏറ്റെടുക്കാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു കൗൺസിലിങ്ങോ തെറാപ്പിയൊക്കെ നടത്തുന്നത് നല്ലതാണ്. അതായത് രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഒരു കൗൺസിലറെ കാണുന്നത് കുറച്ചുകൂടി ബെറ്റർ ആണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് പരസ്പരം എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനും അവർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ അതിലൂടെ സാധിക്കും. സോ പറ്റുമെങ്കിൽ ആ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് തുറന്ന ആശയവിനിമയമാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകൾ, ആഗ്രഹങ്ങൾ, എന്തുകൊണ്ട് നിങ്ങളിത് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ തുറന്ന സംസാരം ശരിക്കും ഒരു റിലേഷൻഷിപ്പിൽ അത്യാവശ്യമാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമായാലും അതുപോലെ അവരുടെ ആഗ്രഹങ്ങളായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ അവർക്ക് നിങ്ങളോടുള്ള വിശ്വാസക്കുറവ് ഇല്ലാതാക്കാനായിട്ട് നമുക്ക് പറ്റും. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടുപേരുടെയും ക്ഷേമത്തിനും അതുപോലെ തന്നെ ഐക്യത്തിനും വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. കടികട്ടിയുള്ള വാക്കുകളൊന്നും പ്രയോഗിക്കുന്നില്ല, സിമ്പിളായിട്ട് പറഞ്ഞുതരാം. രണ്ടുപേരും സന്തോഷമായിരിക്കാനും ഒത്തൊരുമയോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനും വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത്യാവശ്യമാണ്, അതെല്ലാം നിങ്ങൾ ചെയ്യാം. അതുപോലെ അവർക്ക് സന്തോഷമാവുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക. അതായത് അവരെ ഹാപ്പി ആക്കുമെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാം. അവർക്ക് വേണമെന്ന് പറയുന്ന സാധനങ്ങൾ നിങ്ങൾ വാങ്ങിക്കൊടുക്കുക. മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഓർത്ത് വെച്ച് ചെയ്തു കൊടുക്കുക. രണ്ടുപേരും ഒരുമിച്ച് ഓരോ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോവുക. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇതിൽ ഏറ്റവും സിമ്പിളായിട്ട് വേണ്ട കാര്യം എന്നറിയോ, നിങ്ങൾ അവരുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. എന്ന് കരുതി ജോലിക്ക് വേണ്ടി വീട്ടിലിരിക്കുക എന്നൊന്നല്ല ഞാൻ പറയണത്. പറ്റുന്ന സമയത്തൊക്കെ കൂടെ ഇരിക്കുക. നിങ്ങൾ വീട്ടിലുള്ള സമയത്ത് അല്ലെങ്കിൽ ആ ഒരു പേഴ്സണിൻ്റെ കൂടെയുള്ള സമയത്തൊക്കെ ഒരുമിച്ചിരുന്ന് സംസാരിക്കാനും ഒക്കെ നിങ്ങൾ സമയം കണ്ടെത്തുക. ഒരുമിച്ച് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ പറ്റുന്ന അത്രയും സമയം നിങ്ങൾ ഒരുമിച്ചിരിക്കുകയും സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയിട്ടൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുകയും ഒരുമിച്ച് ഓരോ പ്രവർത്തികൾ ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് നിലവിൽ നിങ്ങളോടൊരു വിശ്വാസക്കുറവുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വിശ്വാസം വീണ്ടെടുക്കാനും കുറച്ചുകൂടി സന്തോഷമായിട്ട് മുന്നോട്ട് പോകാനൊക്കെ നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 4 കാര്യങ്ങൾ വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിശ്വാസക്കുറവ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാൻ പറ്റും. അതിൽ ഞാൻ സെക്കൻഡ് പറഞ്ഞിട്ടുള്ള കാര്യം കൗൺസിലിംഗ് അല്ലെങ്കിൽ തെറാപ്പി എന്ന് പറയുന്നത് മേ ബി നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു റിസ്ക് ആയിട്ട് തോന്നുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് ക്യാൻസൽ ചെയ്യാം. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സോ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ വളരെ സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യും എന്നുള്ള ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് ഇന്നത്തെ ഈ ഒരു വിഷയം, ഇന്നത്തെ ഈ ഒരു ടോപ്പിക്ക് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ അധികം വൈകാതെ തന്നെ കാണാം. താങ്ക് യു.